ഹലോ ഗൃഹലക്ഷ്മി വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലവും എൻ്റെ കൂടെയുള്ള ആളും രണ്ടും വളരെ സ്പെഷ്യലാണ്. സോ ആദ്യം ഞാൻ ആളെ പരിചയപ്പെടുത്താം. ദ വെരി ഓൺ ശ്രീഷ്മ ചന്ദ്രൻ. യെസ്, നമ്മുടെ ഈ 2023 പൊമ്പിള ഒരുമ എന്ന് പറയുന്ന ചിത്രത്തിന് സ്വഭാവ നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ കുട്ടിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സോ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയും? നമ്മുടെ സ്വന്തം മഹാരാജാസ്. യെസ്, ഞങ്ങൾ രണ്ടുപേരും പഠിച്ച കോളേജാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പറയൂ, അവാർഡ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണോ കോളേജിലേക്ക്? അതെ, കയ്യിലേക്ക് അവാർഡ് കിട്ടിയതിന്റെ ശേഷം ആദ്യമായിട്ടാണ് കോളേജിലേക്ക് വരുന്നത്. ഓക്കെ, എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഒരു ഫീൽ എന്താണ്? അറിയില്ല, നമ്മൾ ഇവിടുന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ഇവിടുന്ന് നാടകം ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു റെക്കഗ്നീഷൻ ഒക്കെ കിട്ടിയിട്ട് കോളേജിൽ തിരിച്ചു വരുമ്പം ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ. അതെ, ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ മിസ്സുമാരൊക്കെ കാണുന്നു. അപ്പൊ ഇങ്ങനെ പറയുന്നു നമ്മുടെ ശ്രീഷ്മയുടെ അതിലേക്ക് എല്ലാവർക്കും ഒരുപോലെ ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു മൊമെന്റ് ആണ്. മൊത്തം കോളേജ് ഈസ് വെരി പ്രൗഡ് ഓഫ് യു. കണ്ടോ ടീച്ചേഴ്സിനെ? കണ്ടു, വരുന്ന വഴി കുറച്ച് ടീച്ചേഴ്സിനെ കണ്ടു. അപ്പോൾ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റും അതിന്റെ ക്യാപ്ഷനൊക്കെ വായിച്ചു വെക്കാൻ പിടിച്ചു നിർത്തി അത് വായിപ്പിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ട്. അതെ, എല്ലാവരുടെയും ആ ഒരു സന്തോഷം നമുക്ക് ക്ലിക്ക് പറയുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വിപിൻ ചേട്ടൻ്റെ സംവിധാനത്തിലാണ് പൊമ്പിള ഒരുമ എന്ന് പറയുന്ന ചിത്രം. എനിക്ക് എൻ്റെ ഹോംലി മീൽസ് തൊട്ട് ആളുടെ പടങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ എങ്ങനെയാണ് വിപിൻ ചേട്ടനായിട്ട് പരിചയപ്പെട്ടത്? ലൈക്ക് സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? വിപിൻ ചേട്ടൻ ആക്ച്വലി പൂമരാണല്ലോ ഞാൻ ആദ്യം ചെയ്തത്. അതെ, പൂമരത്തില് ഉള്ള എൻ്റെ ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു മരത്തിന്റെ ചോട്ടിലുള്ള കിളിയായിട്ട് ആ സീൻ കണ്ടിട്ടാണ് ആക്ച്വലി വിപിൻ ചേട്ടൻ ആ സീൻ കണ്ടിട്ടാണ് ഒരു വർക്കിന് വിളിക്കണേ. വിളിച്ചത് വേറൊരു വർക്കിന് വേണ്ടിട്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതിനുശേഷം ഈ പറയുന്ന പോലെ ഡെസ്റ്റിനി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് വരും എന്നൊക്കെ പറയുന്ന പോലെ പിന്നീട് പൊമ്പളെ നടന്ന സമയത്ത് അത് ഓണായ സമയത്ത് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ കറക്റ്റ് PG കഴിഞ്ഞിട്ട് ഒന്ന് നെറ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയമാണ്. ശരി, അത്യാവശ്യം കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പം ശരി ചെയ്യാം, നമ്മൾ ഇങ്ങനെ ഒന്നിനു വേണ്ടിയാണല്ലോ വെയിറ്റ് ചെയ്തെന്നൊക്കെ പോലെ അങ്ങനെയാണ് പൊമ്പളയിൽ ഇന്ന അവിടെ. ഓക്കെ, അപ്പം എന്തായാലും ഫസ്റ്റ് അവാർഡ് കിട്ടിയിട്ട് എന്താണ് വിപിൻ ചേട്ടൻ പറഞ്ഞത്? എന്തായിരുന്നു ആളുടെ ഒരു വിപിൻ ചേട്ടൻ അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം പുള്ളി ഭയങ്കര പ്രൊഫറ്റിക് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായി ചെയ്താൽ നിനക്ക് എന്തെങ്കിലും റെക്കഗ്നീഷൻ കിട്ടും എന്നൊരു ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും, എന്താ വിപിൻ ചേട്ടൻ, നമ്മള് സ്റ്റേറ്റ് അവാർഡൊക്കെ നമ്മൾ സ്വപ്നം മാത്രം കാണുന്ന ഒരു പരിപാടിയാണ്. നമ്മള് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും നമുക്ക് കിട്ടില്ല 100% എന്നാണല്ലോ നമ്മൾ വിചാരിക്കണത്. വിപിൻ ചേട്ടൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പരിപാടിയിലേക്കേ കടന്നില്ല. അപ്പൊ വിപിൻ ചേട്ടൻ അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നില്ല. ഞാൻ ആക്ച്വലി ഇത് അറിയണ എങ്ങനെയാ വെച്ചാ എന്താ പറയാ, അവാർഡാണ് നാളെ എന്ന് വിപിൻ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, അതിലിപ്പോ എന്താ, നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. എനിക്കറിയാം സിനിമ അയച്ചിട്ടുണ്ട് എന്നറിയാം, പക്ഷെ നമുക്ക് അതിലൊന്നും കിട്ടാൻ പോണില്ല എന്നുള്ള ഒരു പരിപാടി നമ്മൾ പ്രതീക്ഷിക്കണില്ല എന്നുള്ളതാണ്. നമ്മുടെ സൈഡിൽ നിന്നുള്ള 100% കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. നല്ല പണി എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ആകെ ഒരു മാക്സിമം ഓഫ് 7 ആൾക്കാരാണ് ടീമിലുണ്ടായിരുന്നത്. നമ്മള് ഒരു ക്യാമറാമാനും ക്യാമറ അസിസ്റ്റന്റും സിറാജിക്ക് മഹാരാജിലാണ് പഠിച്ചത്. ക്യാമറാമാൻ മഹാരാജുകാരനാണ്. അപ്പൊ സിറാജിക്കയും സാഹിദും, സിറാജിക്കയുടെ അനിയനാണ് സാഹിദ്. അവർ രണ്ടാളും ക്യാമറ ടീമായിട്ട് അവരാണ് ടീം. പിന്നെ ഞാന്, വിപിൻ ചേട്ടൻ, നമ്മുടെ കൂടെ സിനിമയിലുള്ള ശില്പാൻ റൂട്ടി, ഈ കുട്ടിയും, പിന്നെ നമ്മുടെ ലീഡ് ചെയ്തിട്ടുള്ള ചേട്ടൻ ജിതീഷ് എന്നാണ്. നമ്മളാണ് ഒരു ക്രൂ ആയിട്ട് ഇത് മൊത്തം ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും പല പല റോളാണ് ചെയ്യണത്. അപ്പോ അങ്ങനെ തന്നെ ആയതുകൊണ്ട് നമുക്ക് കഷ്ടപ്പെടേണ്ടി വന്നെങ്കിൽ പോലും നമ്മൾ റെക്കഗ്നീഷൻ വിചാരിക്കണം. ചിലപ്പോ എനിക്ക് തോന്നുന്നു വിപിൻ ചേട്ടന് കുറെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് വിപിൻ ചേട്ടന് മനസ്സിലാവണതായിരിക്കാം. കഥാപാത്രത്തിന് ഒരു റെക്കഗ്നീഷൻ കിട്ടും എന്നുള്ളത് ആളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുള്ള ഒരു വിഷനിൽ നിന്ന് വന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വിപിൻ ചേട്ടനാണ് ദ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് അല്ലേ? വിപിൻ ചേട്ടനെ നമ്മൾ ഈ സമയത്ത് ലൈക്ക് നമ്മൾ ഒരുപാട് സ്നേഹം, ഷെയറിങ്, ലോട്ട്സ് ഓഫ് ലവ്, ഞങ്ങളുടെ ശ്രീഷ്ണയ്ക്ക് ഇങ്ങനെ ഒരു റോൾ കൊടുത്തതിന് ആൻഡ് വി ആർ ഓൾസോ ഗ്രേറ്റ്ഫുൾ. ഒരുപാട് സന്തോഷം വിപിൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമുക്കിനി കോളേജിൽ ഇങ്ങനെ കുറച്ച് ചുറ്റി കറങ്ങിയാലോ? വരും, നമുക്കിനി വേറൊരു സ്ഥലത്ത് പോയിട്ട് ചോദിക്കാം.
ഓക്കെ, അപ്പൊ എന്തായാലും അവാർഡ് കിട്ടിയ സമയത്ത് നിനക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആ സമയത്ത് എന്തെടുക്കുമായിരുന്നു? ആരാണ് ആദ്യം അത് പറഞ്ഞത്? അല്ല, നീ എങ്ങനെയാണ് അവാർഡ് കിട്ടി എന്നുള്ള സാധനം അറിഞ്ഞത്? അതൊരു വമ്പൻ കോമഡിയാണ്. ഓക്കെ, നമ്മൾ കോമഡി കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറയ എന്താണ്? ഞാന് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ തൃശ്ശൂര് പോയിട്ട് തിരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അറിയാം ഇത് ഇന്ന് അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണെന്നൊക്കെ, പക്ഷെ അത് നമ്മുടെ മനസ്സിലേ ഇല്ല. ഞാൻ ഡ്രൈവ് ചെയ്ത് നമുക്ക് പാലിയേക്കര എന്നൊരു സ്ഥലമുണ്ട് തൃശ്ശൂര്, അവിടെ ഒരു ടോളുണ്ട്, പാലിയേക്കര ടോൾ. അപ്പൊ ടോളിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ചൊറപ്പറാന്ന് കോള് വരികയാണ്, തുരിതരാ കോള്. എന്താ അറിയില്ല. അപ്പം ഞാൻ സത്യത്തിൽ പാനിക്കായി, എന്താ ദൈവമേ എന്തോ സംഭവിച്ചല്ലോ, അങ്ങനെ തലയിലൊന്നുമില്ല, ഇതാണെന്നൊന്നും ഓർമ്മയില്ല. മെസ്സേജ് വരുന്നു, തുരിതരാ മെസ്സേജ് വരുന്നു. അപ്പൊ ഒരു എങ്ങനെയാ അറിഞ്ഞെന്നുള്ളതല്ല, ഫസ്റ്റ് ആദ്യത്തെ ഒരാളുടെ കോള് കാണുന്നത് എന്താ പറയാ ഒരു ഇൻഡസ്ട്രിയുടെ അകത്തുള്ള ഒരു ഡയറക്ടറുടെ കോളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഒരു വർക്കാണ് വരുന്നത് എന്നുള്ള പോലെ, ഒരു സിനിമ വരുന്നു അങ്ങനെയൊക്കെ. അത് പക്ഷെ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അമ്മയുണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ ഞാൻ അമ്മോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളാണ് വിളിച്ചത്. അപ്പൊ അമ്മ ഒതുക്കിയിട്ട് തിരിച്ചു വിളിക്കുക പറഞ്ഞിട്ട് ഒതുക്കി തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ വണ്ടി ഒതുക്കിയത്. വണ്ടി ഒതുക്കി ഫോൺ നോക്കുമ്പോഴാണ് ദൈവമേ എന്തോ എന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ആദ്യം നോക്കണത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ 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 സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സജി ചെറിയൻ സാറിന്റെ പത്രസമ്മേളനത്തിന്റെ ബിറ്റ്സ് ആണ് അയച്ചിട്ടുള്ളത് ആൾക്കാർ. അങ്ങനെയാണ് ഞാനിത് അറിയണേ. കുറച്ചു നേരം പാലിയേക്കര ടോളിൽ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ കാറിൽ വെച്ചാണ് ഞങ്ങൾ ഈ സത്യം അറിയുന്നത്. അപ്പൊ ഇതിങ്ങനെ സിങ്കിനാവണില്ല. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു സമാധാനമായിട്ട് വണ്ടി എടുത്താൽ മതി, പയ്യെ പോയാൽ മതി നമുക്ക് എന്നൊക്കെയുള്ള സാധനം. ഇനി ടെൻഷനായിട്ട് പാനിക്കിട്ട് വണ്ടി ഒന്നും അടിച്ച് ഇതാക്കേണ്ടത്. ഇങ്ങനെയാണ് അത് സത്യത്തിൽ അറിയണേ. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കണ്ടേ, എടോ എന്തായി സംഭവിക്കണം? അറിയില്ലടോ, നമുക്ക് തീരെ അറിയില്ല, നമുക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഈ പറയണ പോലെ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള പൗലോ കൊയ്ലോ പറയണ പോലെ നമുക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഈ മൊത്തം യൂണിവേഴ്സ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ പരിശ്രമിക്കുന്നൊക്കെ പറയണ പോലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പൊ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് വണ്ടി ഓടിച്ച് വീടെത്തിയത്? ആ ഒരു ഡേ എങ്ങനെയായിരുന്നു നിന്റെ അന്നത്തെ ഒരു ദിവസം? എന്തായാലും നമുക്ക് ലൈഫിൽ എന്നും അങ്ങനെ ഒരു ദിവസം ഒന്നും ഉണ്ടാവണം എന്നില്ല, ഒരു മാജിക്കൽ ഡേ ആയിരിക്കും. സോ എക്സൈറ്റഡ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, ഇതെല്ലാം അറിയാം. അതിനുപരി അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടായി? ഫുൾ കോമഡിയാണ്. ഫുൾ കോമഡി ദിവസം. കാരണം ആളുകൾ ഇങ്ങനെ എന്താ പറയാ അപ്രീസിയേഷനും കാര്യങ്ങളും മെസ്സേജും കോളൊക്കെ എടുത്തു. ഒരു കോളുണ്ട്, ഞാൻ വണ്ടി ഓടിക്കുകയാണല്ലോ, അപ്പൊ എനിക്ക് ഇനിയും വീട്ടിലേക്ക് കുറച്ചും കൂടെ അധികം ദൂരമുണ്ട്. അപ്പോ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോളൊക്കെ പിന്നെ എടുക്കാന്നുള്ള പോലെയായിരുന്നു. ആദ്യം വണ്ടി ഓടിച്ചത് വീടെത്തണം അതായിരുന്നോ മനസ്സിൽ? അതെ, പക്ഷെ അതിലേതോ ഒരു കോള് അമ്മ എടുത്തു. അപ്പൊ അത് ആക്ച്വലി ആരോ മീഡിയെന്നാണ്, ആരാ വിളിച്ചതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മീഡിയെന്ന് ആരോ വീട്ടിൽ വരട്ടെ എന്നുള്ളതാണ്. അപ്പൊ വീട്ടിൽ ആരും ഇല്ല, ഞാനും അമ്മയും മാത്രമാണ് തിരിച്ച് വീട്ടിൽ ചെല്ലാനുള്ളൂ. അനിയത്തി കോളേജിലാണ്, അച്ഛൻ പുറത്ത് പോയിരിക്കണം. അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ ഞങ്ങള് തീരുമാനിച്ചു ശരി വീട്ടിൽ നിൽക്കണ്ട, നമുക്കിത് ഡീൽ ചെയ്യാൻ അറിയില്ല, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അപ്പൊ തന്നെ വീട്ടിൽ ചെന്നു. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയുടെ വീട് ചാലക്കുടിയാണ്, അമ്മയുടെ വീട്ടിൽ പോയി. അപ്പൊ സന്തോഷം പങ്കിടലും പ്ലസ് ഇവിടുന്ന് രക്ഷപ്പെടണം, എങ്ങനെയാ മീഡിയ ഡീൽ ചെയ്യേണ്ടത്. നമ്മൾ പാനിക്കായി, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിന്റെ ഇടയിൽ കൂടെ ദൈവം ഇവരോട് എന്ത് പറയും അങ്ങനെയായി. അപ്പൊ ചാലക്കുടി ചെന്നപ്പോ അതിലും വലിയ കോമഡി, അവിടെ എല്ലാ മീഡിയക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. മനോരമ മുതൽ മാതൃഭൂമി മുതൽ ഇനി അവിടെ വരാൻ ആരുമില്ല, എല്ലാവരും ചാലക്കുടിയിലെ വീട്ടിൽ ഞാൻ എത്തുന്നതിലും മുന്നേ മീഡിയക്കാരായിരുന്നു. അപ്പൊ ഒരാളുടെ അടുത്ത് രക്ഷപ്പെടാനാണ് ഞാൻ പോയത്. ഓ ശരി. അപ്പം ചാലക്കുടിയിലെ വീട്ടിലേക്ക് ചെല്ലുന്നു, അവിടെ ഒരു ബറ്റാലിയൻ മാധ്യമ പ്രവർത്തകർ. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് എന്താണ് ലൈക്ക് എല്ലാവരെയും അഡ്രസ് ചെയ്ത് എന്താണ് സംസാരിച്ചത്, ഓർമ്മയുണ്ടോ? ഇല്ല, സന്തോഷം, ഇത് അപ്രതീക്ഷിതം, അതൊക്കെ തന്നെയാണല്ലോ ഇപ്പോഴും അത് തന്നെയാ പറയാനുള്ളത്. സന്തോഷം, അപ്രതീക്ഷിതം. നമ്മള് പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മളെടുത്തിട്ടുള്ള വർക്കിനുള്ള ഒരു, ഞാൻ മാത്രമല്ല ഞാൻ പറയണത്, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ടീം വർക്കാണ്. കാരണം നമ്മൾ അത്രയും കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു, നമ്മള് അവിടെ കറുകുറ്റിയിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. അപ്പം
ആ വീടിന്റെ അകത്ത് ഒരു അമ്മമ്മ ഉണ്ട് ആ വീട്ടിൽ, ആ അമ്മമ്മേനെ കുറച്ച് നീക്കി എത്തിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ. എന്റെ ക്യാരക്ടറിന്റെ വീടായിട്ട് കാണിക്കുന്ന വീട്, ആ വീട്ടിലൊരു അമ്മമ്മയുണ്ട്. ആ അമ്മമ്മയെ നമ്മൾ എവിടെയെങ്കിലും കുറച്ചു നേരം അമ്മമ്മ എവിടെ ഇരിക്കൂ, കുറച്ചു നേരം അവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. അത് മാത്രമല്ല നമ്മൾ ആകെ ഇത്ര പേരേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടും ചെയ്തിട്ട് ഒരു വലിയ പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ വിപിൻ ചേട്ടന്റെ ഓൺ പ്രൊഡക്ഷൻ അല്ല, വേറെ മാക്രോം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ. അപ്പൊ നമ്മള് കോവിഡിന്റെ സമയത്ത് തന്നെ ചെയ്തത് കൊണ്ട് അത്രയും ചെറിയൊരു രീതിയിലാണ്, ഒത്തിരി ആൾക്കാരൊന്നും പറ്റില്ല, സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ എന്ന് വന്നിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് നമുക്ക് അതിനിങ്ങനെ സ്റ്റേറ്റ് അവാർഡ് പോലെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് വരുന്ന സമയത്ത് ഇൻഡിവിജ്വലി എനിക്ക് കിട്ടി എന്നുള്ളതല്ല, നമ്മുടെ കളക്റ്റീവ് ആയിട്ടുള്ളൊരു മൊത്തം ടീമിനുള്ള അവാർഡ് പോലെ. അതെ, അങ്ങനെ തന്നെയാണ് എപ്പോഴും ഫീൽ ചെയ്യണത്. അപ്പൊ അത് തന്നെയാണ് അപ്പോഴും ആദ്യം മീഡിയ വന്ന് ചോദിക്കുമ്പോഴും അത് തന്നെയാണ് പറയാണ്ടായത്. ഇപ്പോഴും അത് തന്നെയാണ്, അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ നടക്കില്ലായിരുന്നു. യെസ്, അതെ. ഇനി നമുക്ക് നമ്മുടെ പൊതുമധ്യത്തിൽ പോയാലോ, നമ്മുടെ സെന്റർ സർക്കിളിലേക്ക് പോകാം അല്ലേ. ഈ സ്റ്റെപ്പും ഇതൊക്കെ എന്തൊരു നൊസ്റ്റാൾജിക് ആണല്ലേ സത്യം പറഞ്ഞാൽ. അതെ, പക്ഷെ പണ്ടത്തെ പോലെ പറ്റുന്നില്ല. അതെ, ഇപ്പോഴും ഇതിനൊന്നും ഒരു മാറ്റം ഇല്ല എന്നുള്ളതാണ്. അതെ, നമ്മള് പണ്ട് ഇവിടെ ഓരോ പരിപാടിക്കൊക്കെ നടക്കുന്ന സമയത്ത് എക്കണോമിക്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയുണ്ട്. അവൾ ഈ സ്റ്റെപ്പിന്റെ മേലേന്ന് വീണിട്ട് താഴെയാണ് ലാൻഡ് ചെയ്തത്. എൻ്റെ അമ്മേ. പക്ഷെ ഈ ഒരു ഇപ്പോഴും ആ പഴയ തടി, പഴയ സ്റ്റെപ്പുകളും, ആ ഇത് പിരിയങ്കോവണി ഉണ്ടില്ലേ, എന്ത് രസമല്ലേ. ലൈക്ക് ഞാനിങ്ങനെ വന്നിട്ട് ഇവരെയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്, ഇത് ഞങ്ങളുടെ പിരിയങ്കോവണി. അങ്ങനെ പിരിയങ്കോവണിക്ക് എന്തോ ഒരു ഐതിഹ്യം ഇല്ലേ? അത് നമ്മുടെ അറിവിലുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അത് കൈ പിടിച്ച് കേറുന്നവർ പിരിയുന്ന്. ഇല്ല, പിരിയില്ല. പിരിയില്ലെന്നാണോ? അല്ലേ, പിരിയുന്നല്ലേ. ഇതറിയുന്ന മഹാരാജ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ. അതെ, ഇത് അറിയുന്ന മഹാരാജാസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് അറിയില്ല. ഡാൻസും ലൈക്ക് ഡ്രാമയും നാടകവും രണ്ടും ചെയ്തിട്ടുള്ള ആളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇത് രണ്ടും സിനിമയിലെത്തിയപ്പോൾ അഭിനയത്തെ നിന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അതുപോലെ കൂടുതൽ എനിക്കൊന്ന് ഡാൻസേഴ്സിന് കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വരാറുണ്ട്. അപ്പോൾ വിപിൻ ചേട്ടൻ എന്താ പറയുക, ലൈക്ക് ഡാൻസിൻ്റെ ഇത് കുറച്ചുകൂടി സർട്ടിലായിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ. ലൈക്ക് ഒരു സാധാരണ ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാത്തൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം വിപിൻ ചേട്ടൻ ഇങ്ങനെ എക്സ്പ്രഷൻസ് അധികം അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, പ്ലസും മൈനസും ആയിട്ടുള്ള വന്ന സാധനങ്ങൾ? അത് നമുക്ക് സത്യത്തിൽ ഇതെല്ലാം ഡിഫറെന്റ് പരിപാടികളാണ്. ഡാൻസിലുള്ള എക്സ്പ്രഷൻസും. ഇപ്പൊ നാടകത്തിൽ വന്ന സമയത്ത് വിജേഷ് ചേട്ടനായിരുന്നു നമ്മുടെ, നിനക്കറിയാലോ, നാടക മാഷ്, കോഴിക്കോടുള്ള വിജേഷ് KV. അപ്പൊ വിജയ് ചേട്ടൻ ആദ്യം ബ്രേക്ക് ഓഫ് ചെയ്ത് കളഞ്ഞത് ഡാൻസിന്റെ ജസ്റ്റേഴ്സ് ആണ്, എന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്. ഇപ്പോഴും ഉണ്ട്, പക്ഷെ എന്നാലും ഒരു വലിയ ശതമാനത്തോളം അത് മാറിയത് ഇപ്പൊ നിക്കാൻ മുതല് എങ്ങനെ നടക്കണം, എങ്ങനെ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഡാൻസിലുള്ളത് വേണ്ട എന്നാണ് പറഞ്ഞിട്ട് നാടകം പറഞ്ഞു തന്നെ. പക്ഷെ നാടകവും സിനിമയും തമ്മിലും വ്യത്യാസമുണ്ട്. അതിന്റെ ഡൈനമിക്സിന്റെ പരിപാടിയിൽ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ ലൗഡർ ഒരു ആർട്ട് ഫോമാണ് നാടകം. നമ്മൾ ഉറക്കെ സംസാരിക്കുക, ഉറക്കെ പറയുക, കുറെ കൂടെ അങ്ങനെയാണ്. പക്ഷെ സിനിമ വരുമ്പോ, സിനിമേന്റെ സ്ക്രീനിലേക്ക് വരുമ്പോ അത് കുറച്ചുകൂടി സർട്ടിൽ പരിപാടിയാണ്. അപ്പം അത് പഠിച്ചത് ആക്ച്വലി പൂമരത്തുനിന്നാണ്. സട്ടിലായിട്ട് എങ്ങനെ പിടിക്കണം എന്നുള്ള സാധനം, ചില സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ്. പക്ഷെ ഇപ്പോഴും പൊമ്പളെ ചെയ്യുന്ന സമയത്തും വിപിൻ ചേട്ടൻ പറയും, നീ അത്ര എനിക്ക് എപ്പോഴും ഉള്ളൊരു എന്താ പറയാ, ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ, എല്ലാരും പറയണത്, വിപിൻ ചേട്ടൻ മാത്രമല്ല എല്ലാരും പറയുന്നതാ, എന്റെ തല ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും വർത്തമാനം പറയുമ്പോൾ. അത് ഡാൻസ് പഠിച്ചതിന്റെ ഒരു അങ്ങനെയാന്ന് തോന്നുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയില്ല ഡാൻസ് കൊണ്ട് തന്നെയാണോന്നും അറിയില്ല, പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പൊ അങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ. അതെ. അപ്പൊ ചെറിയ ക്ലോസ് ഒക്കെ വെക്കുന്ന സമയത്ത് എന്റെ തല എങ്ങോട്ടോ പോയി കഴിയും എന്നുള്ള പോലെ ഇങ്ങനെ അനങ്ങി. അപ്പൊ പലതും ഉണ്ട്. നമ്മള് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളിൽ ഡാൻസിന്റെ പരിപാടികളൊക്കെ കയറി വരും ഇടയ്ക്ക്. അപ്പൊ അത് നമ്മളെങ്ങനെ വിജയുടെ ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം, അത് വേണ്ട, അത് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ കളയാം എന്നുള്ള പോലെ. ഡാൻസും ഡ്രാമയും സിനിമയും ഈ പറഞ്ഞ പോലെ മൂന്ന് തരത്തിലുള്ള പരിപാടികൾ തന്നെയാണ്. അതൊരു എന്താ പറയാ, പക്ഷെ മൂന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടേക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മളെ എന്താ പറയാ, നമുക്ക് അതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ
ഇന്റിമിഡേഷൻ സാറില്ല. ഇന്റിമിഡേഷൻ പോലുള്ള പരിപാടികൾ കുറച്ച് കുറവായിരിക്കും, കുറച്ച്. ഓക്കെ. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഡാൻസും നാടകമൊക്കെ നമ്മളിതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പം ലൈക്ക് ഇവിടുന്ന് സിനിമയിലേക്ക് നിന്നെ നയിച്ച ഒരു സ്ഥലം മഹാരാജാസ് ആണല്ലോ. ലൈക്ക് ആ ഒരു ജേർണി ഇവിടുന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയ ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മെമ്മറി എന്ന് പറയുന്നത് ഒരു ലോഡ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, എന്നാലും അതൊന്നും എല്ലാവർക്കും ഒരു മെമ്മറികളുണ്ട്. അങ്ങനെ ഒരു മെമ്മറി ഇല്ല. ഉറപ്പായിട്ടും എനിക്കിത് കോട്ട് ചെയ്യാൻ പോകുന്ന പോലും അറിയില്ല, എന്നാലും ഞാൻ ഇൻ കോട്ട്സ് പറയുവാണ്. എപ്പോഴോ ഏതോ ഒരു വേദിയിൽ മമ്മൂക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഹാരാജ് ഇല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടനില്ല എന്നൊക്കെ ഉള്ള പോലെ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് സിനിമ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മനുഷ്യർക്കും മഹാരാജാസ് ഒരു വലിയ വഴി തന്നെയാണ്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഞാൻ സിനിമ ആഗ്രഹിച്ച ആളല്ല, ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിൽ എത്തിപ്പെട്ടിട്ടുള്ള ആളാണ്. ഈവൻ നാടകമാണെങ്കിൽ പോലും ഞാൻ നാടകം അങ്ങനെ ആഗ്രഹിച്ച് ഈ നാടകം ചെയ്യണം അങ്ങനെ ആഗ്രഹത്തിലല്ലായിരുന്നു. ഞാൻ ഡാൻസ് ചെയ്യണം, ഡാൻസ് ആണ് പഠിച്ചിട്ടുള്ളത് ചെറുപ്പം മുതലേ. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇവിടുത്തെ പ്രോ നർത്തകിയായിരുന്നു. വളരെ വളരെ എന്തിനും ഏതിനും ശ്രീശ്വരചന്ദ്രന്റെ നൃത്തം ആയിരുന്നു ഇവിടത്തെ ഞങ്ങളുടെ മെയിൻ കലാപരിപാടി. മാത്രമല്ല ഞങ്ങൾക്ക് നമ്മുടെ ടീം ഉണ്ടായിരുന്നു. അതെ അതെ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും കയറി ഡാൻസ് കളിക്കുന്ന ടീമായിരുന്നു. അതെ. അപ്പൊ അതിനുശേഷം അതെ 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 അപ്പൊ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് പിന്നീടുള്ള ബാച്ചിലൊക്കെ കുട്ടികൾ നിറയെ പേര് ഡാൻസ് കളിക്കണവരുണ്ട്. അത്രയും കാലം ഇങ്ങനെ എന്ത് സ്റ്റേജ് കിട്ടിയാലും കയറി ഡാൻസ് കളിക്കണ ഒരു ടീം. നമ്മൾ പഠിച്ച സമയത്ത് കോളേജ് കുറച്ചുകൂടി ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ പിള്ളേരൊക്കെ ഭയങ്കര രസമാണ്. അവര് അന്നത്തെ പോലെ പേടി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 10 വർഷം മുന്നേ ഉള്ള കോളേജിനെ കുറിച്ചാട്ടോ സംസാരിക്കുന്നത്. അപ്പം ലൈക്ക് ഇതുപോലെ ഇത്ര വൈബ്രന്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്തിനും ശ്രീശ്വരയുടെ ഡാൻസ് അത് നമ്മുടെ ഒരു മെയിൻ പരിപാടിയായിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഡാൻസിലുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാനൊരു 5 വയസ്സ് മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ളതും ഭരതനാട്യത്തിൽ ഒരു PG ആണ്, ഇംഗ്ലീഷിലും PG ആണ്. ഇവിടെ പഠിച്ചത് ഇംഗ്ലീഷ് UG ആയിരുന്നു, ഡിഗ്രി ആയിരുന്നു മഹാരാജ് പഠിച്ചത്. അപ്പോൾ ഡാൻസ് ആണ് പഠിപ്പല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായ ഡാൻസ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴും +2 കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ശരി കലോത്സവത്തിന് ഡാൻസ് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് വരണേ. പക്ഷെ ഫസ്റ്റ് ഇയറിൽ തന്നെ എന്തോ എനിക്ക് അറിയില്ല ഇതെങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഒരു ഡെസ്റ്റിനി പോലെ. അതെ അതെ, അത് നാടകത്തിന്റെ ഓഡിഷന് നമ്മുടെ ഇവിടുത്തെ തന്നെ ചേട്ടന്മാർ നിർബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ ആർട്സ് ഫെസ്റ്റിന് ഒരു മോണോ ആക്ട് ചെയ്തിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ ചെയ്യാറുള്ളത് അതാണ് എന്റെ റൂട്ട് കേട്ടോ. എല്ലാത്തിന്റെ റൂട്ട് ആ മോണോ ആക്ട് ആണ്. ഡാൻസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന എന്നെ ഒരു ടീച്ചർ മോണോ ആക്ട് പഠിപ്പിച്ച് അങ്ങനെ ആ മോണോ ആക്ട് ഇവിടെ ചെയ്ത് മോണോ ആക്ട് ചെയ്യണതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാർ നിർബന്ധിച്ച് നമ്മളെ ഓഡിഷന് വിടുക ചെയ്തത്. പിന്നെ പോയി ഈ ഓഡിഷൻ കഴിഞ്ഞ് നമുക്കൊരു മാസത്തോളൊക്കെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ നാടകോത്സവത്തിന് 1 മാസത്തിന്റെ മേലൊക്കെ ഉണ്ടായി. വോയിസ് എക്സസൈസസും അങ്ങനത്തെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് 1.5 മാസം നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് അങ്ങനത്തെ ആൾക്കാരാണ്. അങ്ങനെ ആദ്യത്തെ വർഷം അതിന്റെ ലീഡ് ക്യാരക്ടറെ ചെയ്തിരുന്നു. പ്രേതഭാഷണം എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. അപ്പൊ അതിൽ പ്രേതമായിരുന്നു. അപ്പൊ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ പറയുന്ന പോലെ എല്ലാം ഡെസ്റ്റിനിയാണ്. പിന്നെയുള്ള നമ്മൾ പഠിച്ച ആ വർഷം വിത്ത്ഹെൽഡായി, അവിടെ അടിയാക്കിയായി. ആ വർഷം നമ്മള് ഇത് പ്രൈസ് ഡിക്ലെയർ ചെയ്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മള് നാടകം ചെയ്യുന്ന സമയത്ത് അവിടെ വഴക്ക് സംഭവിച്ചു. കുറച്ച് വർഷങ്ങളായിട്ട് നാടകോത്സവത്തിന് മഹാരാജാസിന്റെ തന്നെയാണ് ഫസ്റ്റ് കുറച്ച് നാളായിട്ട് അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിന്റെ അടുത്ത വർഷം അതിന്റെ പിറ്റേ വർഷം, അതായത് നമ്മള് ഫൈനൽ ഇയർ ആവുന്നവരെ നമ്മൾ സെയിം നാടകം ചെയ്തേ. 2 വർഷം പിന്നീട് മികച്ച അല്ല, അത് വേറെ ഒരു പരിപാടി. നമുക്ക് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയണത് എന്നോട് ചില ആൾക്കാർ പറയും, നമ്മൾ ചെയ്ത കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് വേണം, നമുക്ക് നമ്മളെ വിശ്വാസം വേണം. അത് വിശ്വാസമില്ലായ്മയല്ല. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ നാടകം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയുക, എൻ്റെ മേലൊന്നും ഇനി മുറിവ് വരാൻ വേറെ സ്ഥലങ്ങളില്ല എന്നുള്ള പോലത്തെ അത്രയും പ്രാക്ടീസ് ഉണ്ടാവും. നമ്മുടെ തട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പോണത്. അപ്പോഴും ഇങ്ങനെ മികച്ച നടി കിട്ടണമെന്നല്ല, നമുക്ക് പ്രൈസ് ഫസ്റ്റ് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കാണുന്ന ആളുകളൊക്കെ വന്നിട്ട് എന്തായാലും ഈ പ്രാവശ്യം മികച്ച നടി കിട്ടാമോ എന്ന് ശ്രീഷ്മയ്ക്കാണ്. അപ്പൊ നമുക്ക് ആഗ്രഹമില്ലാത്ത മനുഷ്യർക്കും ഒരു ചെറിയ കിട്ടിയേക്കൊള്ളാം. കോളേജിലൊക്കെ പഠിക്കുന്ന ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് നിറയെ അപ്രിസിയേഷൻ വരുന്നുണ്ട് പ്രാക്ടീസിന്റെ സമയത്താണെങ്കിലും കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും. അപ്പൊ നമ്മൾ അറിയാണ്ട് നമ്മളൊന്ന് ആഗ്രഹിക്കും ഒന്ന് വന്നെങ്കിൽ കൊള്ളാന്നുള്ള പോലെ.
പക്ഷെ 2 വർഷവും നമ്മൾ നാടകം ചെയ്ത 2 വർഷവും എനിക്കല്ലായിരുന്നു മികച്ച നടിക്കുള്ളത്. ലേറ്റർ ഓൺ ഞാനത് നമ്മുടെ നാടകത്തിന്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ മിസ്റ്റേക്സും പരിപാടികളൊക്കെ മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ വിഭിചേട്ടൻ്റെ അടുത്തും പറയും, ഞാൻ വളരെ അൺലക്കി ആയിട്ടുള്ള ആക്ടറാണ്, എൻ്റെ ഗ്രോത്ത് ഒക്കെ വളരെ സ്ലോ ആണ്. അപ്പോൾ എന്നെ അറിയുന്ന അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ളവർക്കും പിന്നെ വർക്ക് വൈസ് വിഭിചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും റെക്കഗ്നീഷൻ എന്ന് ഞാൻ പറയാം, അങ്ങനെ പറയണ്ട, ഞാൻ വളരെ അൺലക്കി ആയിട്ടുള്ള ആക്ടറാണെന്ന് ഞാൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നേരത്തെ കുക്കു ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, ഞാൻ അവാർഡ് ഡിക്ലെയർ ചെയ്തിട്ട് വിഭിചേട്ടനെ വിളിക്കുമ്പോൾ വിഭിചേട്ടൻ ആദ്യം എന്നോട് ചോദിച്ചത്, ഇപ്പോഴെങ്കിലും നീ അൺലക്കി ആയിട്ടുള്ള ആക്ടർ അല്ല തിരിച്ചറിഞ്ഞോ മനസ്സിലായോ എന്നാണ് സത്യത്തിൽ. അപ്പം ഞാൻ മനസ്സിലാക്കണ കാലത്തിന്റെ കാവ്യനീതിയാണത്. ഇവിടെ നിന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന സമയത്ത് അത് നമുക്ക് കിട്ടിയിട്ടില്ല. അതിങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ളൊരു പ്രൈസ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമം ചിലപ്പോൾ എനിക്കറിയില്ല. അങ്ങനെയല്ല, ഇത് കിട്ടാതിരുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. അപ്പൊ മഹാരാജ് പിക്ക് ചെയ്യുന്നത് എന്താണെന്ന് നീ ചോദിച്ചാൽ അറിയില്ല. മഹാരാജ് നിന്നുള്ള സൗഹൃദങ്ങൾ, മഹാരാജ് കാരണം ഞാൻ സിനിമയിലെത്തി. മഹാരാജ് എനിക്ക് തോന്നുന്നു മഹാരാജ് ഇറ്റ്സെൽഫ്, നമ്മൾ മഹാരാജ് പഠിച്ചുകൊണ്ട് മാത്രം പല സ്ഥലത്തും പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക കോൺഫിഡൻസ് ഉണ്ട്. അത് മാത്രമല്ല, എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ കൂടി മഹാരാജ് ആണ് പഠിച്ച ആ വ്യക്തിയും ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പഠിച്ചിറക്കിയ ആൾ, പക്ഷെ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ അവര് നമ്മളെ സൂപ്പർ ജൂനിയർ ആയിട്ടും നമ്മളെ സൂപ്പർ സീനിയർ ആയിട്ടും. ഞങ്ങളുടെ ഓഫീസിൽ ഇതുപോലെ ഒരു ഏട്ടനുണ്ട്. അപ്പൊ ആളുടെ അടുത്ത് ഇന്നലെ പോയിട്ട് ഇതുപോലെ ആള് മഹാരാഷ്ട്രയിലാണ് പഠിക്കുന്നത്, ആളുടെ അടുത്ത് സംസാരിച്ചാൽ നീ അവിടെയാണോ പഠിച്ചത്, നീ എന്റെ ജൂനിയർ ആയിരുന്നു, ഞാനിവിടെ ഇഷ്ടമില്ല. ആളാണ് ഇന്നിവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പെർമിഷൻ വാങ്ങി തന്നത്. സോ ഷിബിൻ ചേട്ടാ, ഈ അവസരത്തിൽ നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, താങ്ക് യു സോ മച്ച്. അപ്പം അതുപോലൊരു ഒരു മഹാരാജാസിന്റെ ഒരു പേര് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു പ്രിവിലേജ് എപ്പോഴും എന്താ പറയാ അനുഭവിക്കുന്ന ഒരു വ്യക്തി, 2 വ്യക്തികളാണ്. മഹാരാജ് പഠിച്ച എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ആ ഒരു കണക്ഷൻ പുറത്തിറങ്ങിയിട്ട് കോളേജ് വെച്ച് കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 10 വർഷം മുന്നേ പഠിച്ച ആൾക്കാരായിരിക്കും. എന്നാലും മഹാരാജ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളൊരു സ്നേഹം ഇസ് വെരി വെരി വാംഫുൾ. അങ്ങനെ സോ ഇനി നമുക്ക് നമ്മുടെ ഡാൻസ് സ്കൂളിലേക്ക് വരാം. ലൈക്ക് എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് ഡാൻസ് സ്കൂൾ തുടങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, ആൻഡ് ഇപ്പം അതെങ്ങനെ പോകുന്നു? ഡാൻസ് സ്കൂൾ തുടങ്ങാന്നുള്ള തീരുമാനമൊക്കെ കുറേ കാലമായിട്ട് മനസ്സിലുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളത് എപ്പോൾ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ മാത്രം ആണ് ഇല്ലാണ്ടിരുന്നത്. നമ്മൾ കോളേജിൽ വന്നു കഴിഞ്ഞപ്പം ഈ പറയണ പോലെ ഡാൻസ് ഒക്കെ സത്യത്തിൽ കുറച്ച് വിട്ടൊരു രീതി ഉണ്ടായി. ഡാൻസ് വിട്ടൊന്നല്ല, ക്ലാസ്സസ് ഒക്കെ നോർമലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പം അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ഫുള്ള് നാടകത്തിലേക്ക് ആയി. നമ്മൾ ഫുള്ള് നാടകോത്സവം തുടങ്ങി കഴിയുമ്പം നാടകോത്സവത്തിന്റെ മുന്നത്തെ സമയമാകുന്ന തൊട്ട് നമ്മൾ നാടകത്തിലായി. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സ്കിറ്റ് ആയിരുന്നു. അപ്പൊ രണ്ടും തിയേറ്റർ ഇവന്റ്സ് ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആയിട്ട് ഞാൻ ഒരു ഡാൻസ് പോലും കലോത്സവത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല. ഗ്രൂപ്പ് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടും പങ്കെടുക്കണം. പക്ഷെ ഇതൊന്നും ചെയ്തില്ല. ഇവിടെ വന്നപ്പോൾ അത് വേറെ തന്നെ രീതിയിൽ എനിക്ക് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞേ, മഹാരാജ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ആക്ടർ ആവില്ലായിരുന്നു, തിരിച്ചറിയില്ലായിരുന്നു. അല്ല, അതങ്ങനെ ഒരു ചെറിയ മോണാക്ട് സ്കൂളിൽ ചെയ്തു, അങ്ങനെ കഴിഞ്ഞു എന്നുള്ള പോലെ അങ്ങനെ ഒരു സാധനം ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. അപ്പം ഡാൻസിലേക്ക് അപ്പൊ പിന്നെ തിരിച്ചു വന്നത് ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് PG ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെയാണ് അതൊരു PG കഴിഞ്ഞ സമയത്താണ്. ഞാൻ ഡാൻസ് PG ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് മാസ്റ്റേഴ്സ് കഴിഞ്ഞു. അതെ, രണ്ടിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട് ഭരതനാട്യത്തിലുണ്ട്. അപ്പം അത് കഴിഞ്ഞ ശേഷമാണ് 2019 ഡാൻസ് സ്കൂൾ തുടങ്ങണത്. അപ്പൊ എന്റെ നാട്ടിൽ തന്നെയാണ്. ഞാൻ അതിന് എന്താ പറയാ, എന്റെ ദ്യുതി എന്നാണ്. ദ്യുതി ദ സ്റ്റെപ്സ് ടു വിസ്ഡം. എനിക്കറിയാം, ഞാൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചോദിച്ചാണ് ദ്യുതിയാണെന്ന്. ഞാൻ അതിന്റെ ഇനോഗ്രേഷൻ തൊട്ട് ദ്യുതി എന്നാണ്, എന്റെ നാട്ടിൽ തന്നെയാണ്. എന്താണ് ദ്യുതി പേരിന്റെ? എപ്പോഴും കാണുന്ന പോലെ എന്തെങ്കിലും ഒരു എന്താ പറയാ, നോർമൽ ഒരു പേര് വേണ്ട എന്നുണ്ടായിരുന്നു. ഇപ്പം കുറെ ഇവന്റ്സിനൊക്കെ ദ്യുതി എന്നൊക്കെ കാണുന്നുണ്ട്, ചില സ്കൂളുകൾക്കും കാണുന്നുണ്ട്. ഞാനത് വെക്കുന്ന സമയത്ത് അങ്ങനെ എവിടെയും കാര്യമായിട്ട് കാണാത്ത ഒരു പേരായിരുന്നു. ഡിഫറെന്റ് ആയിട്ട് അത് നമുക്ക് എന്താ പറയാ, ലൈറ്റ് എന്നുള്ള സെൻസിലൊക്കെ ഒരു എന്താ ഇപ്പൊ അതിനെ ഒരു
ഒരു വിശുദ്ധത്തിലേക്ക് എന്നുള്ള പോലെയുള്ള ഒരു സെൻസിലേക്ക് നമുക്ക് വേർഡിനെ എടുക്കാം. അപ്പോൾ എന്നിട്ട് സ്കൂളിലേക്ക് വരും. സ്കൂൾ എങ്ങനെ പോകുന്നു? സ്കൂൾ അടിപൊളിയായി പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ സ്കൂൾ നാട്ടിൽ തന്നെയാണ്. അപ്പം എൻ്റെ നാട്ടിൽ തുടങ്ങാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില കുട്ടികൾ, ഞാൻ ഇനീഷ്യലി തുടങ്ങുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെ കൊണ്ടാക്കാൻ ആളില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഡാൻസ് സ്കൂളിൽ പോകണില്ല, എനിക്ക് ഇത്ര ദൂരം പോകണം, അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ വീടുള്ളത് ഒരു കുറേ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ജംഗ്ഷൻ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം അവിട്ടപ്പള്ളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. തൃശ്ശൂരാണ്, കൊടകര അടുത്ത്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് നടന്നു വരുന്ന, കുറച്ചധികം ദൂരമൊക്കെ നടന്നു വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നു അത് പാഷൻ കൊണ്ടാണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടിയും കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ എനിക്ക് ആ ക്ലാസ് കൊണ്ടുപോകാം. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യുന്നോ, നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട് അത്. കാരണം കുറേ എൻക്വയറി ഉണ്ട് എങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ള പോലെ. ഇനീഷ്യലി ഞാൻ ഡാൻസ് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പാഷൻ തന്നെയായിട്ട് കുറച്ച് കുട്ടികൾക്ക്, വളരെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടെ. അതെ അതെ, ഒരു ഭയങ്കര വലിയൊരു പ്രസ്ഥാനമായ ഒരു വലിയ ഡാൻസ് സ്കൂളായി മാറട്ടെ. അതിലൂടെ ഡാൻസ് പാഷനേറ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് ആ ഒരു അറിവ് പകർന്നു കൊടുക്കാൻ പറ്റട്ടെ, അല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ്യുതി. ഇപ്പോൾ അവാർഡൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് നല്ല റെക്കഗ്നീഷൻസ് മീൻസ് അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. ലൈക്ക് അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്കുള്ള ഓഫറുകൾ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ് ചെയ്തോ? എന്താണ്? ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. നമ്മളിങ്ങനെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് പോയിട്ട് ചാടി ചെയ്യുന്ന എന്തും ശരിയാവില്ല എന്ന് ആണ് എനിക്ക് തോന്നാറുള്ളത്. ഒന്ന് സമാധാനമായിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു രീതിയിലുള്ള പരിപാടികൾ പിടിക്കാം അങ്ങനെയാണ്. വരുന്നുണ്ട്, ഓഫേഴ്സ് വരുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ എല്ലാവരുടെയും സ്നേഹം വാങ്ങിക്കൊണ്ട് നടക്കുവാണ്. ഈ ഒരു ഹാപ്പിനെസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി. ഇപ്പം സ്റ്റേറ്റ് അവാർഡിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന പോലെ ഡിക്ലെയർ ആയി കഴിഞ്ഞതിലും കൂടുതൽ ആളുകൾ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മള് എന്താ പറയാ, ഈ ന്യൂസ് ഒക്കെ കുറെ കൂടി ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു അങ്ങനത്തെ ഒരു സന്തോഷം. സ്റ്റേറ്റ് അവാർഡിന് പോയത് വളരെ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള മുടിയൊക്കെ ചെയ്ത് സാരി കൊടുത്തിട്ട്, മീൻസ് മുടി കെട്ടി വെച്ച് സാരി കൊടുത്തിട്ട് ഭയങ്കര സെർട്ടിലായിട്ടുള്ള ഒരു ലുക്കായിരുന്നു. എങ്ങനെയാണ് ആ ലുക്കിലേക്ക് എത്തിയത്? ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ദിവസം വാസ് ഹെക്ടിക്, സത്യസന്ധമായി പറഞ്ഞ. പക്ഷെ അവസാനം വൈകുന്നേരം, അത് എൻഡ് ഓഫ് ദി ഡേ, അതൊരു ഭയങ്കര ഹോൾസം എക്സ്പീരിയൻസും. നമ്മളതിൻ്റെ ഒരു 4 ദിവസം മുന്നേക്കുള്ള എന്താ പറയാ, ഭയങ്കര ജഗബൊഗ നടന്നുകൊണ്ടിരുന്നിട്ടാണ് നമ്മൾ അവിടെ. ടെൻഷൻ ഉണ്ടായിരുന്നോ? കുറെ നാൾ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്തിടണം, എന്തിട്ടിട്ട് പോണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാന് സാരി ആണെന്ന് ആദ്യമേ തീരുമാനിച്ചത് നമുക്ക് ഉറപ്പില്ല. ഞാനൊരു സാരി പേഴ്സൺ ആണ്, സാരി എനി ടൈം. അപ്പം സാരി ഉടുക്കാനും ഡാൻസ് പഠിക്കുന്നതുകൊണ്ട് തന്നെ, ഡാൻസ് പഠിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു 7ാം ക്ലാസ് മുതൽ നമുക്ക് ഡാൻസ് സ്കൂളിൽ സാരി ആയിരുന്നു. അപ്പൊ 7 മുതൽ നമുക്ക് സ്വന്തമായിട്ട് സാരി ഉടുക്കാൻ അറിയാം. അതുകൊണ്ട് സാരി ഉടുക്കൽ ഒരു ടാസ്കേ അല്ല. സാരിയാണ് എന്നുള്ളത്, സാരി ഉടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് വേറെയാണ് എനിക്ക്. അപ്പൊ സാരിയാണെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പട്ട് സാരി ഉടുക്കണം എന്നായിരുന്നു ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാഞ്ചീവരം ഉടുക്കണം, ഞാനൊരു ടിപ്പിക്കൽ ഡാൻസർ ലുക്കിൽ പോവാം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്ന് എന്താ പറയാ, എനിക്ക് ഒന്ന് ഫ്ലിപ്പായി, എന്തോ അറിയില്ല, ഒന്ന് ചേഞ്ചായി. അപ്പൊ മനസ്സിൽ വന്നതാണ്, ഞാൻ ഭയങ്കര ഹാർഡ് കോർ ദീപിക പദുക്കോൺ ഫാനാണ്, ഭയങ്കര ഫാനാണ്. അപ്പൊ എന്നാറിയണ എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു ആക്ടർ വേറെ ഉണ്ടോന്ന് തന്നെ സംശയമാണ്. അപ്പം അവരുടെ ഒരു ലുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ആക്ച്വലി ഈ ലുക്ക്. അപ്പം അത് നമ്മൾ കോപ്പി ക്യാച്ച് ചെയ്യണ്ടെന്ന് തന്നെ വെച്ചിട്ട് നമ്മളത് കുറച്ചൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഒരു ഹെയർ ഡു ഒക്കെ അവരൊരു ഫംഗ്ഷനിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒരു ഹെയർ ഡു ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ ഒരു ഐക്കണെ ഇൻസ്പയർഡ് ആയി നമ്മുടെ ഒരു ബിഗ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു കളറിലേക്കൊക്കെ എത്തിയത്? അത് നമുക്ക് ബ്ലാക്കും ഗോൾഡനും തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ അവാർഡിന്റെ കളർ ഒരു ഗോൾഡൻ ലീഡ് ചെയ്തുകൊണ്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലാക്കും ഗോൾഡനും വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് ഒത്തുവന്ന പോലെ, നമുക്ക് എന്താണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത് അത് കറക്റ്റായിട്ട് കയ്യിൽ കൊണ്ടുവച്ച് തന്നു എന്നുള്ള പോലെയായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ പൗലോ കോയിലോ വർക്ക് ചെയ്യുന്ന പരിപാടി പറയുന്നത് ഇങ്ങനെയാന്ന് ആഗ്രഹിച്ച പോലെ. ആരായിരുന്നു മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ ചെയ്തിരുന്നത്? മേക്കപ്പ് ചെയ്തത് റോഷിനി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു അത്യാവശ്യം
ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. റോഷൻ ചേച്ചിക്ക് വലിയ വലിയ താങ്ക് യു. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു മേക്കപ്പ് എങ്ങനെയായിരിക്കും. അപ്പം എല്ലാവരും പറഞ്ഞു അത് അധികം ഒന്നും മേക്കപ്പിൽ പോലെ സട്ടിലായി പിടിക്കണേ അങ്ങനെയൊക്കെയുള്ള. നമുക്കും അങ്ങനെ ഭയങ്കര ഒരു മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് എന്നുള്ളൊരു പരിപാടി വേണ്ട, നീറ്റായിട്ട് സട്ടിലായി വേണം എന്നുള്ള. റോഷൻ ചേച്ചി എന്താണോ നമുക്ക് മനസ്സിലുണ്ടായിരുന്നത് അത് അതുപോലെ ചെയ്തു തന്നു. അപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് 100% കോൺഫിഡൻസ് ആണ്. സ്റ്റൈൽ ചെയ്തത് അഭിരാമി പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരു സുഹൃത്താണ്. അഭിരാമി ഗംഭീരമായിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന്, ഐ മീൻ സോറി സ്റ്റൈലിസ്റ്റ് ആണെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഹർഷയുടെ ഫ്രണ്ട് അബിക്കുട്ടനോ അബിയാണോ അത് ചെയ്തത്? അബി എന്റെയും ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അബിമോളായിരുന്നല്ലേ? അഭിരാമി ഈ ചിത്രത്തിൽ വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഇതെല്ലാം ഉൾട്ടായത്. ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ഒരു നമുക്കൊരു സ്റ്റഡൊക്കെ പിടിച്ചിട്ടുള്ള ഒരു സാരി കളറൊക്കെ ചേഞ്ച് ചെയ്തെങ്കിലും ഒരു ട്രഡീഷണൽ ഫീലുള്ള. അപ്പൊ അഭിരാമി പറയായിരുന്നു ചില സാരികൾ കാണുമ്പോൾ ഒരു ശ്രീഷ്മ വെച്ച സാരി എന്നൊരു ഫീൽ ഉണ്ട്, അത് വേണ്ട, വേറെ എന്തെങ്കിലും നമുക്ക് പിടിക്കാന്നൊക്കെ ഉള്ള പോലെ. സാരി അല്ല, ഒരു ശ്രീഷ്മ വെച്ച ലുക്ക് ഉണ്ട് എന്നുള്ള പോലെ. അപ്പൊ എനിക്ക് ആ ഒരു ഫ്രേസ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത്. ചില സാധനങ്ങൾ കാണുമ്പോൾ ഓക്കെ ഇത് ഇന്ന ആൾ ഉപയോഗിക്കുന്ന പോലെ എന്നുള്ള. അപ്പോൾ അത് അഭിരാമിയാണ് ഇന്നത് വേണം, ഈ ഇയർ കഫ് വേണം എന്നൊക്കെ ഉള്ളത് നിർബന്ധമായിട്ടും എന്താ പറയുക സ്പെസിഫിക്കലി ഇത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള ആളും അതിന് മൊത്തത്തിൽ ഈ പരിപാടിയെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതും അഭിരാമിയാണ്. അതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ബ്ലൗസ് എൻ്റെ അമ്മ തയ്ച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കുറേ കോംപ്ലിമെന്റ്സ് കിട്ടിയതായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചത് എവിടെ നിന്നാണ് ബ്ലൗസ് തയ്ച്ചിട്ടുള്ളത്, ഭയങ്കര രസമുണ്ടല്ലോ എന്നൊക്കെ ഉള്ള പോലെ. അപ്പോൾ അത് അമ്മയ്ക്കുള്ള ക്രെഡിറ്റ് ആണ്. മൊത്തം അമ്മ ഒരു ദിവസം കൊണ്ട് തയ്ച്ച ബ്ലൗസാണ് അത്. അതും എനിക്ക് തോന്നുന്നു ഒരു ദിവസം കിട്ടിയില്ല, കാരണം നമ്മൾ ഓൾമോസ്റ്റ് വിഷുവിൻ്റെ ഒക്കെ പിറ്റേന്ന് നമ്മൾ ഇവിടെ നിന്ന് പോയായിരുന്നു. വിഷുവിന്റെ അന്നാണ് അമ്മയുടെ ബ്ലൗസ് പരിപാടി നടന്നുകൊണ്ടിരുന്നത്. ഫുൾ ക്രെഡിറ്റ്സ് ടു അമ്മ. പൊതുവെ ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരിക്കൽ പോലും ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേൾക്കുമല്ലോ, ഞാനും അമ്മയും തെറ്റുന്ന കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയണ പോലെ ബ്ലൗസ് തയ്ക്കുന്ന കാര്യത്തിൽ ഞാനും അമ്മയും എപ്പോഴും തെറ്റും. ഇതെനിക്ക് ശരിയായില്ല, അതെനിക്ക് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ എപ്പോഴും ഇടിയായിരിക്കും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ. പക്ഷേ ഇതെന്താ അറിയില്ല, നമുക്ക് സമയമില്ല എന്നും അങ്ങനെ ഇതൊക്കെ ആയതുകൊണ്ടാണോ അറിയില്ല, എങ്ങനെയാണോ തയ്ച്ചത് പെർഫെക്റ്റ് ആയിരുന്നു. അടിപൊളി. ഒരു കറക്ഷനും ഇല്ലാതെ നമ്മളത് കൃത്യമായിട്ട് കിട്ടി എന്നുള്ളൊരു പോലെയാണ്. അപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനും സ്റ്റൈലിസ്റ്റിനും എല്ലാവർക്കും, അമ്മയ്ക്കും എല്ലാവർക്കുമാണ് ഇതിന്റെ ക്രെഡിറ്റ്. അപ്പോൾ എന്തായാലും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലൈക്ക് ഞാൻ അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം ഈ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും കാണാത്തവർക്ക് വേണ്ടി കാണാനായിട്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് എന്താണ് ഭാവി പരിപാടി? ദ്യുതി ഒരു സൈഡിലുണ്ട് എന്ന് എനിക്കറിയാം, അല്ലാതെ ലൈക്ക് വാട്ട് ഇസ് ഒരു എയിം എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിൻ്റെ ഒരു പ്ലാൻ എന്താണ്, ലൈഫ് പ്ലാൻ? ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് നെടുവേർപ്പ് പറയാൻ വേണ്ടി. എന്നാലും ഡെഫിനറ്റ്ലി ദ്യുതി ഒരു സൈഡിലുണ്ട്. എന്താ പറയുക, ജീവിതകാലം മുഴുവൻ ഡാൻസ് മാത്രം ചെയ്ത് നടക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. അതിപ്പം സൈഡിലായി എന്നുള്ളതാണ്. സൈഡിലെന്നല്ല, അതൊരു വലിയ പാർട്ട് ഓഫ് മൈ ലൈഫ് തന്നെയാണ് പോണേ. പിന്നെ ഇപ്പം ഈ പറയുന്ന പോലെ ഞാൻ സ്റ്റേറ്റ് അവാർഡിനെ നോക്കിക്കാണുന്നത് എനിക്കുള്ളൊരു എന്താ പറയുക, അതിനെ എനിക്ക് സ്വന്തമായിട്ട് ശരി എന്തെങ്കിലും ചെയ്യാൻ നിനക്കറിയും എന്ന് സ്വന്തമായിട്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും സെൽഫ് കോൺഫിഡൻസ്. അതെ എപ്പോഴും ഇങ്ങനെ ഒരു സെൽഫ് ഡൗട്ടുള്ള, എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിന് സെൽഫ് ഡൗട്ടും ഒരു പരിധി വരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ അടിപൊളിയാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കയ്യിൽ നിന്ന് പോകാവുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടുതലായിരുന്നു, ഒരു സെൽഫ് ഡൗട്ട് ഇത്തിരി അധികമായിരുന്നു. അപ്പോൾ എല്ലാവരും ചുറ്റിനും നിൽക്കുന്ന ആളുകൾ നമ്മളെങ്ങനെ പ്രോത്സാഹിപ്പിക്കും, അടിപൊളിയാണ് ചെയ്തോളൂ എന്നുള്ള പോലെ. പക്ഷെ അത് ചില സമയത്തൊക്കെ ഭീകരമായിട്ട് നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡ് ഞാൻ നോക്കിക്കാണുന്നത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമായിട്ടാണ്. നമുക്ക് ആരെങ്കിലോടും ഒരു ഓഡിഷൻ കൊടുക്കാനൊക്കെ ഉള്ള, ഞാൻ ചെറുപ്പറാം സിനിമ വരും എന്നല്ല അങ്ങനെയല്ല പറഞ്ഞത്, പക്ഷെ ഒരു ഓഡിഷൻ കൊടുക്കുന്ന സ്പേസിൽ പോയി അതെ നമ്മളാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആയി. നമ്മൾ എന്നും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ മാരായസിന് നാടകം ചെയ്യുന്ന സമയം മുതൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ആക്ടറായിട്ട് ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള കാര്യം. ഇപ്പോൾ അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്. ഒരു ആക്ടറായിട്ട് നമ്മളെ ആൾക്കാർ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഡാൻസൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. ഒരിക്കൽ ഒരു പ്രോഗ്രാം ചെയ്ത സമയത്ത് ഒരു പത്രത്തിൽ വന്ന ന്യൂസാണ് നടിയും നർത്തകിയുമായിട്ടുള്ള ശ്രീഷ്മ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡാണത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നു. ഇനി അത് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്കറിയാം. അതിന് കൃത്യമായിട്ട് ജോലി ചെയ്യും, കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം
എന്നുള്ള തന്നെയാണ്. നല്ല സിനിമകളുടെ ഭാഗമാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും ആഗ്രഹം പോലെ കൈ നിറയെ സിനിമകൾ വരട്ടെ, ഒരുപാട് ഒരുപാട് റെക്കഗ്നീഷൻസ് ഇനിയും വരട്ടെ, ഒപ്പം ദ്യുതിയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റട്ടെ. ദ്യുതിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്കൂളുകളൊക്കെ ആയിട്ട് എല്ലാവർക്കും ദ്യുതിയിൽ വന്ന് പഠിക്കാൻ പറ്റട്ടെ അല്ലെ. നമുക്ക് ഈ വരുന്ന ഫസ്റ്റിനൊരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എക്സൈറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിങ്ങനെ അതും ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ സൈഡല്ലാതെ അതും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സിനിമയും നൃത്തവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റട്ടെ. ഒരുമിച്ച് മഹാരാജാസിൽ കൂടി കളിച്ച് ചിരിച്ച് നടന്നപ്പം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല നമ്മൾ ഇങ്ങനെ ഒരു ഫേസിലിരുന്ന് സംസാരിക്കേണ്ടി വരുന്നു. അത് ആ ഒരു അനുഗ്രഹം നൽകിയ യൂണിവേഴ്സിനും ദൈവത്തിനും ഒക്കെ ഒരുപാട് നന്ദി. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട് നിന്നിങ്ങനെ കാണുമ്പോൾ. ഇത്രയും വലിയ 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 റെക്കഗ്നീഷൻസ് കിട്ടി, അവാർഡൊക്കെ കിട്ടി നിൽക്കുമ്പോൾ, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ പഠിച്ച ഒരാള് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനും കരയും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്ഫുൾ ടു ഗോഡ് അല്ലേ, ഈ ഒരു അനുഗ്രഹം നമുക്ക് തന്ന എല്ലാവരോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ അല്ലാതെ വേറെ എവിടെയും ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാനേ പറ്റില്ല. നമ്മുടെ തട്ടകമാണ് മഹാരാജാസ്. ഞാൻ ഇന്നലെ വീട്ടിൽ അമ്മയുടെ അടുത്ത് പറയായിരുന്നു മഹാരാജാസിലാണ് ഇന്റർവ്യൂ. അപ്പം അതെന്താ, അപ്പൊ ഞാൻ നല്ല ഇന്റർവ്യൂ എടുക്കുന്ന കുട്ടി എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പം ആണോ എന്നുള്ള അമ്മയുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മഹാരാജാസ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ മേഖലകളിലേക്കും വലിയ വഴികൾ തുറന്നു തരുവാണ്. നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നത്. തിരിച്ച് ഇവിടെ വന്ന് ഈ കപ്പാസിറ്റിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണേലും വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങി ഞാൻ കരയും. അതെ, ഞാനും കരയും. നമ്മൾ പഠിച്ച സ്ഥലത്ത് ഇങ്ങനെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ വായി നോക്കി നടന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. നമുക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു മൊമെന്റ് വരും എന്നുള്ളത്. ടച്ച് വുഡ് എല്ലാം മറ്റേ യൂണിവേഴ്സ് നീ നേരത്തെ പറഞ്ഞ പോലോന്റെ പരിപാടി പോലെ യൂണിവേഴ്സിന് നന്ദി. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഗൃഹലക്ഷ്മി ഓഡിയൻസിന്റെ അടുത്ത് എന്തെങ്കിലും യു വോണ്ട് ടു ഷെയർ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തിരി നേരം സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറയുവാണ്. അതിന് കുക്കുവിൻ്റെ അടുത്തും ധനിസാന്നും കുക്കുന്നൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ട്. ആദ്യം താങ്ക്സിന് ഉപരി എനിക്ക് തോന്നുന്നു സന്തോഷത്തിന്റെ ഒരു പരിപാടിയാണ് കൂടുതൽ മേലെ. ഞാൻ ഗൃഹലക്ഷ്മി, എനിക്ക് ഇവളുടെ അവാർഡ് കിട്ടിയപ്പോൾ തൊട്ട് എൻ്റെ ആഗ്രഹം ഐ വോണ്ട് ടു ഡു എ ഇന്റർവ്യൂ വിത്ത് ഹർ എന്നുള്ളതായിരുന്നു. എനിക്കിങ്ങനെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ എങ്ങനെയാ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. സോ ഇതെൻ്റെ ഒരു വലിയ 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 ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ എനിക്ക് ഇവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളത്. അത് സാധിച്ചു. പറഞ്ഞോളൂ. ഇനി ഗൃഹലക്ഷ്മി ഇപ്പോൾ നമ്മൾ ഗൃഹലക്ഷ്മിയൊക്കെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയും ആൻറ്റിമാരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ബുക്കായിരുന്നു. അപ്പം അത് ബുക്കിലല്ലെങ്കിൽ പോലും നമ്മൾ ഗൃഹലക്ഷ്മി എന്ന് വരുന്നൊരു ഗൃഹലക്ഷ്മിയുടെ മാഗസിന്റെ തന്നെ സോഷ്യൽ മീഡിയ പേജിൽ അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുന്നു എന്നുള്ള സന്തോഷം ഉണ്ട്. രണ്ട്, ഗൃഹലക്ഷ്മിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലായ്പ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാനുള്ളൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മുന്നോട്ടുള്ള ഇപ്പം എല്ലാവരും ഇപ്പം ഒരുപാട് സന്തോഷവും സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. അതൊക്കെ തന്നെ ഇനിയും മുന്നോട്ടുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം. നമ്മുടെ എല്ലാ സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടാവും. കുറെ സിനിമകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരിക. അപ്പോൾ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് ഫോർമൽ അല്ലാത്തത് കൊണ്ട് ഞാൻ നന്ദിയൊന്നും പറയുന്നില്ല, നന്ദിയൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കത്തിവെക്കൽ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്. ഒരു ടാറ്റ പറഞ്ഞു. ടാറ്റ ബൈ.